ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പോൾ ദേ ഞാൻ രാവിലത്തെ ചായ കുടിയോടെ തുടങ്ങുകയാണ് ഗായ്സ്. അപ്പോൾ ദേ കോവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അടുപ്പത്ത് ചോറ് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ ആ കോവയ്ക്ക് അരിഞ്ഞത് ദേ എല്ലാം കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇളക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ട്, മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ മുളക് പൊടി മാത്രമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാനല്ല ഉമ്മി വിചാരിച്ചു പിന്നെ ഒരു മോര് കറിയും കൂടെ ഉണ്ടാക്കാമെന്ന്. കോവയ്ക്ക മെഴുക്കുവരട്ടിയും മോര് കറിയും. അങ്ങനെ മോര് കാച്ചി അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു പിന്നെ മോര് കറിയുണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്, അപ്പോൾ അത് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മാണ് ഗൈസ്. തേങ്ങയൊക്കെ തിരുമ്മി അങ്ങനെ ചമ്മന്തിക്ക് വേണ്ടി മിക്സി എടുത്ത് ചമ്മന്തിയുടെ എല്ലാം ഈ ഇടുന്ന നല്ല പുളിയുള്ള പച്ചമാങ്ങ ഉണ്ട് ഗൈസ് അങ്ങടെ ഇവിടെ. അയ്യോ എന്നാ പുളിയാണെന്നറിയാവും, അടിപൊളിയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മി വന്ന് ഞാനും കൂടെ ചെയ്യാം, പെട്ടെന്ന് മാറുമെന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് തെള്ളി നിർത്തിയിട്ട് ഉമ്മി ബാക്കി എല്ലാം അരിഞ്ഞിടും. ഈ സവാള എനിക്ക് കൊച്ചുള്ളി പൊളിക്കാനുള്ള മടി കാരണം സവോള എടുത്തിട്ടുണ്ടായിരുന്നു. സവോള എന്ന് പറയുന്നത് മറ്റേ കോവയ്ക്ക് വേണ്ടി സവോള എടുത്തിട്ട് ബാക്കി വന്നത് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കീറി ഇട്ടിട്ടുണ്ടായിരുന്നു. ചമ്മന്തിയൊക്കെ അരച്ചു. അങ്ങനെ കണ്ട ഒന്നുകൂടെ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒരു മുട്ട വറുത്തതും കൂടെ ആക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ഇക്കാക്ക് മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന്, ബാക്കി 2 പേർ വാപ്പിക്കും എൻ്റെ ആങ്ങളയ്ക്കും കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മുട്ട വറുത്തതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് മുട്ട എല്ലാം ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അങ്ങോട്ടും ആക്കി. പിന്നെ ആ പാത്രം ഞാൻ വടിച്ചെടുത്ത് ലാസ്റ്റ് അപ്പുറത്ത് ഉമ്മി ചോറ് വിളമ്പുന്നുണ്ടായിരുന്നു ഡിഷിനകത്ത്. അങ്ങനെ മുട്ട വറുത്ത് വാഴയില ഒന്ന് ചൂടാക്കിയിട്ട് വാഴയിലക്കകത്ത് വെച്ച് കെട്ടിയവനെ പറഞ്ഞു വിട്ടു ഗൈസ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. എന്ത് രസമുണ്ടല്ലേ, പ്രകൃതി രമണീയമായ സ്ഥലം. ഈ വഴി കൂടാണ് ഞാൻ എൻ്റെ കൊച്ചിനെ ആശമ്പള്ളി വിടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ദൂരം നടക്കണം. അവിടെ തന്നെ ആ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നവ്യ നായരുടെ കുടുംബ വീട്. അപ്പോൾ ഞാൻ ഈ പോകുന്നത് ഇവൻ്റെ ചിട്ടിപ്പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനം രാവിലെ നടക്കത്തുള്ള എല്ലാവരും കിടക്കപ്പായെന്ന് എണീറ്റ് വന്നേക്കാണ് ഗൈസ്. ഞങ്ങളുടെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല പ്രകൃതി രമണീയമായ ഗ്രാമം അല്ലേ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവിടെ ഒരു അപ്പനും അമ്മമ്മയും മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ഗൈസ്. അങ്ങനെ ഇതാണ് രാമപുരം സ്കൂള്, കായംകുളം രാമപുരം സ്കൂള്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ഒരു അമ്മച്ചി ഒരപ്പച്ചനും മാത്രമേ ഉള്ളായിരുന്നു. പറയൂ മാഹിൻ, എന്തെങ്കിലും പറയൂ. എൻ്റെ പേര് മാഹിൻ, ഇൻസ്റ്റയില് മാഹിനോ അങ്ങനെ കണ്ടല്ലേ, മാഹിൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ.